നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു കടൽ തീരത്താണ്. നിങ്ങൾ ഈ കാണുന്ന കടൽ തീരമാണ് നമ്മുടെ അറബിക്കടൽ. അറബിക്കടൽ നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഉടനീളം കാണുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ഓഷൻ്റെയൊക്കെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നിർദ്ദിഷ്ടമായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതിയുടെ ആ പോർട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ഇന്നിവിടെ നിൽക്കാനായിട്ടൊരു റീസണുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു പ്രത്യേകത പറയാനാണ് ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ കേട്ടിട്ടുണ്ടാവും പലതരത്തിലുള്ള റൈറ്റ്സ്, അതായത് കമ്മ്യൂണൽ റൈറ്റ്സ് ഇന്ത്യയിൽ പലയിടത്തും, ഗോദ്ര, മുസാഫറാബാദ്, അതുപോലെ തന്നെ റീസെൻ്റ്ലി ആയിട്ട് ഡൽഹിയിൽ നടന്നത്, അതെല്ലാം മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. എന്നാൽ നമ്മൾ തിരുവനന്തപുരത്ത് പണ്ട് മുതലേ തന്നെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സിമ്പലായി നിൽക്കുന്ന കുറച്ച് കെട്ടിടങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദേവാലയങ്ങളുണ്ട്. അത് നമ്മൾ മെയിൻലി കണ്ടിട്ടുള്ള നമ്മളെ സെക്രട്ടേറിയറ്റിനടുത്തിരിക്കുന്ന ആ ഒരു പാളയം മുസ്ലിം പള്ളി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി, പിന്നെ ഹനുമാൻ ക്ഷേത്രം, ഇതാണ് നമ്മൾ കണ്ടുപോകുന്നു വന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് ലോകത്തിന് മുന്നിൽ തന്നെ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്തിൻ്റെ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇവ മൂന്നും. ആ മൂന്ന് മതങ്ങളെ വിശ്വാസത്തിൻ്റെയും പ്രതീകങ്ങൾ എന്ന് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും. അതിന് കുറച്ച് പ്രത്യേകതകളുമുണ്ട്. അത് വിഴിഞ്ഞവുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ലോകം നമ്മെ ഇനി കാണുന്നത് ഈ മൂന്ന് റിലീജിയസ് സിമ്പിൾസിലൂടെ ആയിരിക്കും. അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമ കോടി ഉദാഹരണം എന്ന് പറയുന്ന ഈ മൂന്ന് സിമ്പിൾസ് ആയിരിക്കും ഇനി തിരുവനന്തപുരത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കുള്ള ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ആ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളേവരെയും ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അറബിക്കടലിൻ്റെ സൗന്ദര്യം ഒപ്പിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആഴിമല ക്ഷേത്രത്തിലാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ ഉദാഹരണത്തിലൊന്നാണ് ഈ കാണുന്ന ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം പൗരാണികത കൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിന്ദു തീർത്ഥാടന സ്ഥലമാണ്. ഒട്ടനവധി ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഓരോ വർഷവും വരാറുണ്ട് തീർത്ഥാടനത്തിനായി. ഇതിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് ആഴിമല പുളിങ്കൊടി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ്. ആഴിമല ക്ഷേത്രം എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ വിഴിഞ്ഞത്ത് നിന്ന് വളരെ അടുത്താണ്. വിഴിഞ്ഞ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ വിഴിഞ്ഞം കഴിഞ്ഞ് മുക്കോലോ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം എത്തും. അതുപോലെ തന്നെ ബാലരാമപുരം ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ മുക്കോലയിൽ നിന്ന് ഇടത്തോട്ട് തിരിയുക, 2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രം എത്തും. ഇതിനൊരു ഐതിഹ്യം കൂടെയുണ്ട്. പണ്ട് പാണ്ഡവർ വനവാസക്കാലത്ത് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം പറയുന്നത്. ഇവിടെ കുറച്ച് ഗുഹകളുമുണ്ട്. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് കുറച്ച് ഗുഹകളുണ്ട്. അതുപോലെ തന്നെ ഭീമസേനൻ നമ്മുടെ ദ്രൗപദിക്ക് വെള്ളം ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൈകൊണ്ടിടിച്ച് അവിടെ ഒരു വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു കുഴി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു വലിയൊരു ഗർത്തം ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. അതാണ് ആഴിമലയുടെ പ്രത്യേകത. അതുപോലെ തന്നെ അറബിക്കടലിനോട് ചേർന്നിരിക്കുന്ന സുന്ദരമായൊരു ക്ഷേത്രം കൂടിയാണിത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മഹാദേവ് ഭഗവാന്റെ പ്രതിമ വരുന്നത് നമ്മുടെ ആഴിമല ക്ഷേത്രത്തിലാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 പ്രധാനപ്പെട്ട മതസൗഹാർദ്ദ കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ ഒന്നാണിത്. മറ്റ് 2 നമ്മൾ വഴിയെ പറഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ ആഴിമല ക്ഷേത്രം കണ്ടു കാണും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്രൈസ്ത റെഡീമർ സ്റ്റാച്യുവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രദേശത്താണ്. ഇത് വിഴിഞ്ഞത്തെ സെൻറ്റ് ജോസഫ് ഷ്രൈൻ ദേവാലയമാണ്. ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്രൈസ്റ്റിൻ്റെ പ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഐഡൻറ്റിറ്റി. വിഴിഞ്ഞ ഹാർബറിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ നിന്ന് കുറച്ച് മുന്നിലേക്ക് വന്ന് ഇടതുവശത്താണ് ഈ കാണുന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ ആ ഒരു ശില്പമാണ്. ഇത് ഫേസ് ചെയ്യുന്നത് അറബിക്കടലിനെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ 3 മതങ്ങളെയും വ്യത്യസ്തമായി സൂചിപ്പിക്കുന്ന 3 ശ്രേഷ്ഠമായ പ്രതിമകളും അതുപോലെ തന്നെ പള്ളിയും ക്ഷേത്രവും അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ്. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഹിന്ദു വിശ്വാസത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശില്പം കണ്ടു കഴിഞ്ഞു. ക്രിസ്തീയ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ബിംബമാണിത്. അതുപോലെ തന്നെ നമുക്ക് ലോകാത്ഭുതങ്ങളിലൊന്നായ ക്രൈസ്ത റെഡീമർ എന്ന ആ ഒരു രൂപത്തെ നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ രൂപമെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം.
2017 ഈ ഒരു സ്റ്റാച്യു ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 രണ്ടാമത്തത്. ഇനി അടുത്ത് ഒരെണ്ണം കൂടെ കാണാനുണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതാണ് നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു പ്രതീകം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം പാറപ്പുറം ദർഗാ ഷെരീഫിൻ്റെ മുന്നിലാണ്. ഇത് അറബിക്കടലിനോട് ചേർന്നാണ് ഇതും കിടക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷം തോറും നടക്കുന്ന ഉറൂസാണ്. ഇവിടെ ഉറൂസ് ആ മഹോത്സവത്തിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ചന്ദനക്കുടമാണ്. ഇവിടെ ഒട്ടനവധി തീർത്ഥാടകർ ഇവിടെ ആ ദിവസം വരികയും ആ ചന്ദനക്കുടം ഏന്തി ഇവിടെ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ ഒരു കൾച്ചറൽ ഭാഗം കൂടെയാണിത്. നമ്മൾ വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ പിക്ചറിലോ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ ആദ്യം കാണുന്നത് ഒരുപക്ഷെ ഈ പള്ളിയുടെ ഒരു വ്യൂ അല്ലെങ്കിൽ ഈ പള്ളിയുടെ ഒരു വീഡിയോ ആയിരിക്കും. നമ്മളിപ്പോൾ സാധാരണ വിഴിഞ്ഞത്തിൻ്റെ ഒരു പിക്ചറോ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ സിനിമയിലോ എവിടെയെങ്കിലും നമ്മൾ വിഴിഞ്ഞം കാണുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു ഐക്കോണായിട്ട് നമ്മൾ സാധാരണ കാണുന്നതും ഈ പള്ളീനെയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു കൾച്ചർ വിളിച്ചോതുന്ന പ്രദേശമാണ് നിങ്ങൾ കണ്ടത്. ഇത് കേരളത്തിൻ്റെ തന്നെ ഒരു സാംസ്കാരികമായും അല്ലെങ്കിൽ സാമൂഹികമായും ഉള്ള ഒരു പോസിറ്റീവ് സൈഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നാളൊരു കാലത്ത് വിഴിഞ്ഞം പോർട്ട് വരുന്നതോട് കൂടിയിട്ട് കേരളം ഇന്ത്യയുടെ കവാടമായി മാറിയേക്കാം. അന്ന് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഹൃദയത്തിൻ്റെ കവാടമായി ഈ 3 സ്തംഭങ്ങളും നിലനിൽക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയ സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി ഈ 3 സ്തംഭങ്ങളും മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, വിശ്വസിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രയാനസ് രാജ്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.